मोहतरम असातिज़े उर्दू, मुहिब्बान उर्दू और प्यारे बच्चों, आदाब। आप जानते हैं कि 9 नवंबर को आलमी यौम उर्दू मनाया जा रहा है। ഈ സന്ദർഭത്തിൽ ഉറുദു ഭാഷയുടെ സ്വീകാര്യതയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും ഒരിക്കൽ കൂടി നമുക്ക് ഓർക്കാം. നമ്മുടെ ഭാരതത്തിൽ 4.5 കോടിയിലധികം ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷയാണ് ഉറുദു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മുഖ്യ പങ്ക് വഹിച്ച, ദേശീയതയുടെയും മതേതരത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സംഗീതത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭാഷയായ ഉറുദു ദേശീയ ഭാഷകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്ത്യയിൽ ജന്മം കൊണ്ട മാധുര്യത്തിൻ്റെയും സംഗീതത്തിൻ്റെയും ഗസലിൻ്റെയും ഭാഷയായ ഉറുദു ഇന്ന് ലോകഭാഷയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ ബഹുസ്വരതയുടെ ഭാഷ, പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ഭാഷ, ജാതിമത വർഗ ചിന്തകൾക്കെതിരായ പോരാട്ടത്തിൽ എന്നും മുന്നിൽ നിന്ന ഭാഷ, നാം ഒന്നാണ് സന്ദേശം പകരുന്ന ഭാഷ, വ്യത്യസ്ത ഭാഷകളുടെ സങ്കരമായ ഭാഷ തുടങ്ങി എത്രയെത്ര വിശേഷണങ്ങൾ. നമ്മുടെ പ്രിയ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെയും പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഇഷ്ടഭാഷ, വിശ്വമാനവ കവി ഇക്ബാലിൻ്റെയും കഥകളുടെ ചക്രവർത്തിയായ പ്രേംചന്ദിൻ്റെയും ഭാഷ, കേരളത്തിലെ ഉറുദു സാഹിത്യകാരന്മാരായ സുലൈഖ ഹുസൈൻ്റെയും സർവർ സാഹിബിൻ്റെയും, ആധുനിക ഉറുദു സാഹിത്യകാരന്മാരായ എൻ മൊയ്തീൻകുട്ടി സാഹിബിൻ്റെയും ഡോക്ടർ ശംസുദ്ദീൻ തിരൂർക്കാടിൻ്റെയും പ്രണയഭാഷ. നമ്മുടെ വൈവിധ്യം തിരിച്ചറിയുന്നതിനും ബഹുസ്വരത നിലനിർത്തുന്നതിനും പരസ്പരം സ്നേഹം ഊട്ടിയുറപ്പിക്കുന്നതിനും ഈ സന്ദർഭത്തിൽ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഏവർക്കും ഉറുദു ദിനാശംസകൾ.